പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഏരിയാസിൻ്റെ തേർഡ് പാർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഫുള്ളി കൺസ്ട്രക്ഷൻ. ഫസ്റ്റ് ട്രയാങ്കിൾ, സെയിം ബേസ് ബിറ്റ്വീൻ സെയിം പാരലൽ, സെയിം ബേസ് ബിറ്റ്വീൻ സെയിം പാരലൽ അത് പഠിച്ചു. ദെൻ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്തു, ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ ഫോം ചെയ്തു. രണ്ടും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണ്. ഇതിൽ തേർഡ് പാർട്ടിലും ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്, എന്നാലും ചെറിയ ലോജിക്കാണ്, ഐഡിയ ആണ്. അതിനടുത്ത സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് എഴുതുക. ട്രയാങ്കിൾ ഡിവിഷൻ. മൂന്ന് കേസിനെ കുറിച്ച് ആദ്യം പഠിച്ചിട്ട് നമുക്ക് ചെറിയ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം തിയറം 1 ഒരു തിയറായിട്ട് എഴുതി വെക്കുക. തിയറം 1 എഴുതുക. തിയറം 1 എഴുതിയേക്കുക. ഇൻ എനി ട്രയാങ്കിൾ line joining one vertex to midpoint of the opposite side, line joining one vertex to midpoint of the opposite side divides it into two triangles, both triangles are equal. അപ്പോൾ ലൈൻ ജോയിനിങ് ഫ്രം എനി വേർട്ടെക്സ് ടു മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ട്രയാങ്കിൾ, അല്ലേ? ഡിവൈഡഡ് ഇൻ ടു ട്രയാങ്കിൾസ്, ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്നാണ് ഒരു തിയറം, ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ, ഇൻ എനി ട്രയാങ്കിൾ, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നു എ ബി സി ട്രയാങ്കിൾ, ലൈൻ ഡ്രോൺ ഫ്രം വേർട്ടെക്സ് ടു മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് മീൻസ് AD, പെർപെൻഡിക്കുലർ അല്ല. മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് മീൻസ് എന്താ പറയുക? മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് പറയുക കേട്ടോ. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ, ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിൻ്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് കോൾഡ് മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ. ദെൻ AD ഈസ് ദി മീഡിയൻ. പെർപെൻഡിക്കുലറായി തോന്നുമെങ്കിലും അത് പെർപെൻഡിക്കുലർ അല്ല, മീഡിയൻ ആണ്. Then divided, large triangle has divided into two triangle ADC and ABD, ADC and ADB. രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബോത്ത് ഏരിയാസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏരിയാസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഏരിയ എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നോക്കുക, ഞാൻ ഇതിൻ്റെ ഒരു ഇത് പെർപെൻഡിക്കുലർ അല്ല. AD is not perpendicular. Then construct a perpendicular line from A to base AE എന്ന് കാണിച്ചു. Construct perpendicular line from vertex A to base BC, that is AE. ഇതിന് പറയുന്ന പേരെന്താണ്? AE. AD is not perpendicular, it is a median. അത് മീഡിയൻ ആണ്. Then ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB കാണണം. ADB കുഞ്ഞ് ട്രയാങ്കിൾ കണ്ടില്ലേ? ADB അത് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താട്ടെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB ഈക്വൽ ടു ഹാഫ് BH. നമ്മൾ പഠിച്ചതാണ് ഹാഫ് BH. ഇനി ട്രയാങ്കിളിൽ ബേസ് ആൻഡ് ഹൈറ്റ് തന്നാൽ ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബേസ്, കുഞ്ഞിൻ്റെ ബേസ് എത്രയാ? BD. ഇതാ BD ആണ് ബേസ്. ഇൻറ്റു ഹൈറ്റ് എത്രയാ? AE ആണ് ഹൈറ്റ്. AE തന്നെയാണ് വരിക, യാതൊരു തർക്കമില്ല. കാരണം എന്താണ്? ഹൈറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് വേർട്ടെക്സ് ടു ബേസ്. അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. ഹൈറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ടു ബേസ്. ഹൈറ്റ് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. മീഡിയൻ ഈസ് നോട്ട് ആസ് പെർപെൻഡിക്കുലർ ആവില്ല കേട്ടോ. അത് ഐസോസ്ലെസ് ട്രയാങ്കിളിൽ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലൊക്കെ ആയിരിക്കും അത് പെർപെൻഡിക്കുലറായിട്ട് മീഡിയനായിട്ട് വരുന്നത് കേട്ടോ. അതർ ട്രയാങ്കിൾസിലൊന്നും എന്ത് വരത്തില്ല, മീഡിയൻ 90 ഡിഗ്രി ആവത്തില്ല. മീഡിയൻസ് ബേസിനെ ഡിവൈഡ് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ.
ഈക്വലാക്കി ചെയ്യുന്നു. ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് ബേസ് ബി ഡി ആണ് ഹൈറ്റ് എ ഇ. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, സാർ എ ഡി അല്ലേ ഹൈറ്റ് എന്നുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടാവും. ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് മക്കളെ ഔട്ട്സൈഡിലാണ് എപ്പോഴും ഉണ്ടാകുക. ഹൈറ്റ് ഔട്ട്സൈഡിലാണ്. എച്ച് ചെറിയ ക്ലാസ് പഠിച്ചതാണ്. ആംഗിൾസിനൊക്കെ തുടങ്ങുന്നതും ട്രയാങ്കിൾസൊക്കെ തുടങ്ങുന്നത് 6th 7th 8th അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഈസ് എക്സ്റ്റേണൽ പാർട്ടിലാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഹൈറ്റ്. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഈ ട്രയാങ്കിൾ എ ഡി സി, ഷെയ്ഡ് ചെയ്യാത്ത ആ ട്രയാങ്കിൾ എ ഡി സി ഹാഫ് ബി എച്ച് തന്നെയാണ്. ഹാഫ് ഇൻറ്റു സി ഡി ആണ് ബേസ്. അതിലെ ഹൈറ്റും എന്താണ് വരുന്നത്? എ തന്നെയാണ് അതിലെ ഹൈറ്റും വരുന്നത്. ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്ന് ഡിഫറൻറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വൺ പെർപെൻഡിക്കുലർ ഹൈറ്റ് ഡിസ്റ്റൻസേ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എ ഇ. രണ്ട് ട്രയാങ്കിളിൻ്റെയും കൂടി ഹൈറ്റാണ് എ ഇ. ദെൻ ബോത്ത് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ നോക്കുക. ഹാഫ് ഹാഫ് ഉണ്ട്, എ ഉണ്ട്. ബി ഡിയും സി ഡിയും എന്താണ്? ഈക്വലാണ്. എങ്ങനെ ബി ഡിയും സി ഡി ഈക്വലായി? ഡി ഇസ് ദി മിഡ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു midpoint of the opposite side of a triangle divided into two equal area അല്ലെങ്കിൽ two equal triangles ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അതാണ് തിയറം. തിയറംസ് ഒന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷെ അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മനസ്സിലാക്കി വെച്ചല്ലോ. ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് എ ടു ബേസ് ബി സി. ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു two parts. Then construct AE perpendicular to BC. Then area ADB half BH half into BD into AE. BD base AE height. Height is perpendicular distance. Then area ADC half into BH half into CD into AE. Height is the perpendicular distance. Then half equal. BD and CD are equal. Why? BD and CD are equal. D is the midpoint. AD is midpoint. Median എന്ന് പറയുന്നുണ്ട്. Then AE and equal, therefore area ADB equal to area ADC. Line drawn from one vertex to or midpoint of the opposite side of a triangle has divided into two equal triangles. Area equal ആണ്. അപ്പോൾ അതൊരു ക്രൈറ്റീരിയ ആണ്, മനസ്സിലാക്കി വെക്കുക. ഒരു തിയറം 1 ആയിട്ട് എഴുതി വെക്കുക. നമ്മൾ തിയറം 1 ആയിട്ട് എഴുതി വെക്കുക. എക്സ്പ്ലനേഷൻ എല്ലാം നോക്കി കേട്ടിട്ട് കറക്റ്റ് ചെയ്ത് നിങ്ങളതിനെ എന്ത് ചെയ്യുക? നിങ്ങൾ വൺ വേർഡ്സിലൊക്കെ ആക്കി റെഡ്യൂസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ തിയറം 1 കഴിഞ്ഞല്ലോ. തിയറം 1 എല്ലാവർക്കും കറക്റ്റ് സെറ്റ് ചെയ്തല്ലോ. അത് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിൻ്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്. ദ ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു ടു ഈക്വൽ ഏരിയ, ടു ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് എഴുതി വെക്കുക. അടുത്ത ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഏരിയാസ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. തിയറം 2 ആണ് പറയുന്നത്. അടുത്തത് എ ലൈൻ ഫ്രം ദി വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ. എ ലൈൻ ഫ്രം ദി വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ. Line drawn from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു അനദർ ട്രയാങ്കിൾ എന്ന് പറയുന്ന വൺ വേർട്ടെക്സ് ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് മിഡ് പോയിന്റിലേക്കാണെങ്കിൽ ഇവിടെ ലൈൻ ഡ്രോൺ ചെയ്തിരിക്കുന്നത് മിഡ് പോയിന്റ് അല്ല, ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പെർട്ടിക്കുലർ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി എടുക്കുക വേണമെങ്കിൽ A:B ആക്കി എടുക്കുക വേണമെങ്കിൽ. A:B, സ്മോൾ ലെറ്റർ A:B ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്? ഏരിയാസ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ.
ബേസിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ ഉള്ള റേഷ്യോ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചത്. തിയറം 2, ലൈൻ ഫ്രം ദി വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ, ലൈൻ ഫ്രം വേർട്ടെക്സ് എ ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ്? ഓപ്പോസിറ്റ് സൈഡ്. ആൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ. ദ ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ A:B ആണ്. ദെൻ ഏരിയാസ് ഓഫ് areas of this triangle, area of the triangles are in the same ratio. Area of the triangles in the same ratio എന്നാണ് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോ ആയിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ. നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. നേരത്തെ എന്താ പറഞ്ഞത്? ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്, ദെൻ ട്രയാങ്കിൾ ഹാസ് ഡിവൈഡ് ഇൻ ടു 2 ഈക്വൽ ഏരിയ. അതാണ് രണ്ടിനും ഈക്വൽ ഏരിയ. ഇവിടെ ഈക്വൽ ഏരിയ അല്ല, ഇവിടെ ഏത് സൈഡിലാണ് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും ആ ഏരിയ ഓഫ് ട്രയാങ്കിൾസിന് കിട്ടുക. നോക്കൂ, ABC is a triangle, line drawn from A to base BCD, then base BC divided in the ratio A:B. Then consider, നമുക്ക് ഡ്രോ ഒരു ഹൈറ്റ് വരയ്ക്കാം. ഡ്രോ ഹൈറ്റ് H ആയിട്ട് കാണിക്കാം. ഡ്രോ ഹൈറ്റ് H. ദെൻ നോക്കാം, നമുക്ക് ബേസിന് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ A:B ആണല്ലോ, അവിടെ നിൽക്കട്ടെ. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB ഹാഫ് BH ഹാഫ് ഇൻറ്റു ബേസ് A:B എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു AX എന്ന് കാണിക്കണം. AX നമുക്കറിയാം, റേഷ്യോ മീൻസ് കമ്പയറിങ് 2 or more ക്വാണ്ടിറ്റീസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് വാല്യൂ. ഒരു റേഷ്യോ ഒരു പെർഫെക്റ്റ് വാല്യൂ അല്ല, കമ്പയറിങ് 2 or more ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ഇപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള ഏജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:1. അതിൻ്റെ മീനിങ് എനിക്ക് 3 ഏജും നിങ്ങൾക്ക് 1 ഇയറും ആണെന്നാണോ? അല്ല, എനിക്ക് 30 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് 10 ഇയേഴ്സ് അല്ലേ? എനിക്ക് 36 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് 12 ഇയേഴ്സ്. എനിക്ക് 39 ഏജ് ആകുമ്പോൾ നിങ്ങൾക്ക് 13 ഇയേഴ്സ്. അതാണ് 3:1 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു കമ്പാരിസൺ ആണ്, കമ്പയറിങ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേരിയബിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. A:B എന്ന് പറയുമ്പോൾ അതിനെ AX ആക്കിയിട്ടെടുക്കുക, വേറൊരു വേരിയബിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ 2:3 ആണെങ്കിൽ 2x 3x, 4:5 4x 5x. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 8th 7th തുടങ്ങുന്നുണ്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്നൊരു ചാപ്റ്റർ. അപ്പോൾ ഞാനിതിന് A:B ആണ് റേഷ്യോ. AX എന്നെടുത്തു ബേസ്, ഹൈറ്റ് H എന്നെടുത്തു. ഹൈറ്റ് H അവിടെ വെച്ചു. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB ഹാഫ് ഇൻറ്റു AX ഇൻറ്റു H. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC അവിടെ അതുപോലെ ഹാഫ് BH ആണ്. ബേസ് വരുന്നത് B ആണ്. അപ്പോൾ BX ഹൈറ്റ് H എന്നെടുത്തു. ഹാഫ് AX ഇൻറ്റു H ഹാഫ് BX ഇൻറ്റു H. എക്സ് എന്തിനാ അവിടെ കൂടെ വന്നതെന്ന് മനസ്സിലായല്ലോ. ദെൻ റേഷ്യോ മീൻസ് കമ്പയറിങ് 2 or more ക്വാണ്ടിറ്റീസ് ആണ്. ആ കമ്പാരിസൺ വരുമ്പോൾ ഒരു വേരിയബിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. A എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ഒരു നമ്പറായിട്ട് കൺസിഡർ ചെയ്താൽ 2 ആണെങ്കിൽ 2x, 3 ആണെങ്കിൽ 3x, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ ഇവർ തമ്മിലുള്ള റേഷ്യോ നോക്കുക. ഏരിയ തമ്മിലുള്ള റേഷ്യോ, ഏരിയ ADB ഈസ്റ്റു ഏരിയ ADC. ഏരിയ ADB എത്രയാണ് വരുന്നത്? ഹാഫ് AX ഇൻറ്റു H ഈസ്റ്റു ഹാഫ് BX ഇൻറ്റു H. ഹാഫ് കട്ട് H കട്ട് H കട്ട് X കട്ട് A:B. ബേസിൻ്റെ റേഷ്യോ എന്താ? A:B. ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്താ? A:B. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി എന്ത്? ബേസ് ഏതിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിലാണ് നമുക്ക് എന്ത് ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഡിവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ, ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആർ ഇൻ ദി സെയിം റേഷ്യോ എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ABC is a triangle, line drawn from A to base BC divided in the ratio A:B. Then draw perpendicular distance from A to base H. Area of triangle ADB half BH, half into AX into H. Put a substitute variable AX into H.
then area of triangle ADC half into BX into H, then areas ratio area ADB is to area ADC, half AXH is to half BXH, half cut, H cut, X cut, X cut, A is to B, half cut, H cut, X cut, X cut, A is to B. എന്ത് കിട്ടി? റേഷ്യോ ഓഫ് ട്രയാങ്കിൾസ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ A is to B, then ബേസിൻ്റെ റേഷ്യോ A is to B. അപ്പോൾ തിയറം 2 വളരെ ഇമ്പോർട്ടൻ്റ് ആക്കി മനസ്സിലാക്കി വെക്കുക. പ്രൂഫിന് ഇമ്പോർട്ടൻസ് ഇല്ല, പ്രോബ്ലത്തിനാണ് ഇമ്പോർട്ടൻസ്. നമുക്കറിയണം, പ്രൂഫൊന്നും പറഞ്ഞു തരില്ല, നമുക്കത് അറിയണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനെയും ബേസിക്കലി സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അടുത്ത തിയറം 3 എന്ന് പറയുന്ന എഴുതി വെച്ചാൽ മതി, അതിന് പ്രൂഫൊന്നുമില്ല, പ്രൂഫൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ളതാണ്. തിയറം 3 എഴുതി വെക്കുക കേട്ടോ. അത് വലിയ CBSE ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിയറമാണ് അത്, അതിന് പ്രൂഫില്ല. തിയറം 3 എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇൻ എനി ട്രയാങ്കിൾ ആംഗിൾ ബൈസെക്ടർ തിയറം എന്നാണ് ചെറിയ ക്ലാസ്സിലൊക്കെ CBSEയിലൊക്കെ പഠിച്ചാൽ 9th 10th ഉണ്ട്. ആംഗിൾ ബൈസെക്ടർ തിയറം എന്ന് പറയും. നിങ്ങൾക്ക് അതുകൊണ്ട് പറയുന്നത് കുഴപ്പമില്ല. ആംഗിൾ ബൈസെക്ടർ തിയറം. In any triangle, the bisector of an angle divides the opposite side. In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. In the ratio of the sides of the angle. അതായത് ഇവിടെ പറയുന്നത് നോക്കുക, ഇനി റഫ് ഫിഗർ വരച്ച് നോക്കുക. ഇനി എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ABC ട്രയാങ്കിൾ, ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ എയുടെ ബൈസെക്ടറാണ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന AD ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. മീഡിയൻ അല്ല കേട്ടോ, ആംഗിളിനെ ഈക്വലാക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ആംഗിൾ ബൈസെക്ടർ. 8th വരുന്ന ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ ഒക്കെ ഭാഗമായിട്ട് വരുന്നുണ്ട് ആംഗിൾ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ AD ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. ടു ദി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചിരിക്കുന്നു. ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ, ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദി റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ഈ രണ്ട് സൈഡിൻ്റെ ആംഗിളിൻ്റെ രണ്ട് സൈഡ് ഈ രണ്ട് സൈഡിൻ്റെ റേഷ്യോ ആണ് ഈ ബേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ AB ആണെങ്കിൽ ബേസിനെ ഡിവൈഡ് ചെയ്യുന്നതും A/B ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 4, 5 ആണെങ്കിൽ 4:5, 6, 7 ആണെങ്കിൽ 6:7. അപ്പോൾ തിയറം 3ക്ക് ഈ പിക്ചർ വരച്ചിട്ട് എഴുതി വെച്ചാൽ മതി. അടിയിൽ എഴുതി വെക്കുക, പിക്ചർ വരച്ചിട്ട്. ആ തിയറം എല്ലാവരും എഴുതി വെച്ചല്ലോ. ഇൻ എനി ട്രയാങ്കിൾ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. ശ്രദ്ധിക്കണേ, ഓരോ തിയറവും ഞാൻ ആ പോയിന്റ് വായിച്ചിട്ട് ഇവിടെ പിക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇൻ എനി ട്രയാങ്കിൾ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദി റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ഈ ആംഗിളിൻ്റെ സൈഡ് ഏത് റേഷ്യോയിലാണോ അതേ റേഷ്യോയിലാണ് ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ഇൻറ്റു റേഷ്യോ 4:5 എന്ന് പറയാം. ഇതിപ്പോൾ ബൈസെക്ടർ ആവണം എന്നുള്ളത് മസ്റ്റാണ്, നിർബന്ധമാണ്. 4:5. ഓക്കെ, ഇതൊരു കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള തിയറമാണ്. പ്രോബ്ലമായിട്ട് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ 3 തിയറം നമ്മളിപ്പം മനസ്സിലാക്കി വെച്ചു. തിയറം 1 എന്ന് പറയുന്നത് ലൈൻ ഡ്രോൺ ഫ്രം 1 വേർട്ടെക്സ് ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എനി ട്രയാങ്കിൾ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എനി ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഏരിയാസ്. 2 ട്രയാങ്കിളിനെ ഈക്വൽ ഏരിയ ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അടുത്തത് എന്താണ്? ലൈൻ ഡ്രോൺ ഫ്രം 1 വേർട്ടെക്സ് ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ഇൻ ദി റേഷ്യോ, പെർട്ടിക്കുലർ റേഷ്യോ, ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആർ ഇൻ ദി സെയിം റേഷ്യോ. ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ സൈഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ദെൻ ഏരിയാസ് ഓഫ് ദാറ്റ് ട്രയാങ്കിൾസ് ആർ ഇൻ ദി റേഷ്യോ. ആ 2 ട്രയാങ്കിൾസ് തമ്മിലുള്ള റേഷ്യോ ബേസിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും. മൂന്നാമത് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ അല്ലേ. ലൈൻ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ദ ലൈൻ ഫ്രം ദി വേർട്ടെക്സ് അല്ല. ഇൻ എനി ട്രയാങ്കിൾ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ, ബൈസെക്ടർ ആംഗിളിൻ്റെ ബൈസെക്ടർ then divide in the opposite side in the ratio of the sides of angle. ആംഗിളിൻ്റെ സൈഡ് എത്രയാണോ അതിൻ്റെ റേഷ്യോയിലായിരിക്കും
ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആ തിയറത്തിനെ വിളിക്കുന്നൊരു പേരാണ് ആംഗിൾ ബൈസെക്ടർ തിയറം എന്ന് പറയും. ആ തിയറത്തിനൊന്നും കൂടി വിളിക്കുന്നത് ആംഗിൾ ബൈസെക്ടർ തിയറം. അതിന് പ്രൂഫ് ഇല്ല, നിങ്ങൾക്കതിന് തിയറത്തിന് വലിയ പ്രൂഫ് CBSE ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നുള്ളൂ, നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 3 തിയറംസ് പഠിച്ചു. ഫസ്റ്റ് തിയറം, സെക്കൻഡ് തിയറം, തിയറം 3. ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന് ഞാനൊരു പ്രൂഫിക്കലി കാണിച്ചു തന്നു, ജോമെട്രിക്കലി ആൾജിബ്രിക്കലി ഒക്കെ അത് കാണിച്ചു തന്നു. തേർഡിന് കാണിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, അതുകൊണ്ട് കാണിക്കാത്തത്. ഇനി ആ 3 തിയറത്തിനെ ബേസ്ഡ് ചെയ്തിട്ട് ഒരു 3 ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ആക്ടിവിറ്റി 1 വളരെ സെറ്റാക്കി വെച്ചോളേ. തിയറംസ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, 1 വേർഡ്സ് പറഞ്ഞാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് പോയിന്റുകൾ മനസ്സിലാക്കി 1 വേർഡ്സിൽ അങ്ങ് പറഞ്ഞാൽ മതി. ലൈൻ ഡ്രോൺ ഫ്രം 1 വെർട്ടെക്സ് ടു മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്, ദെൻ ട്രയാങ്കിൾസ് ഹാസ് ഡിവൈഡ് ഇൻടു 2 ഈക്വൽ ഏരിയ, അങ്ങനെ 1 വേർഡ്സിൽ ഉണ്ടാക്കി പറഞ്ഞാൽ മതി. കണ്ടൻറ്റ് മൈൻഡിൽ ഉണ്ടാക്കുക. ആക്ടിവിറ്റി 1. ഇൻ ദി പിക്ചർ ബിലോ 2 lines are drawn from the top vertex of a triangle to the bottom side. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of the 3 smaller triangles in the picture. ഒന്നുകൂടി ഞാൻ വായിക്കുക. In the picture below 2 lines are drawn from the top vertex of a triangle to the bottom side. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of the 3 smaller triangles in the picture. Bottom side is equal to the ratio of the areas of 3 smaller triangles in the picture. അപ്പോൾ പിക്ചർ അവിടെ നമുക്ക് തന്നിട്ടുണ്ടാവണമല്ലോ പിക്ചറിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു റഫ് പിക്ചറായിട്ട് വരയ്ക്കുക. ഒരു ഗിവൺ പിക്ചറാണ്, വരച്ച് വെക്കുക. അതിനെ നമുക്ക് 3 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്ത് കാണിക്കുക. PQR ലാർജർ ട്രയാങ്കിൾ PQR, ST സ്മോളർ ട്രയാങ്കിൾ ഒന്ന് PSR, STR, RTQ അങ്ങനെ വന്നു. ഒരു ഹൈറ്റ് അവിടെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. എപ്പോഴും ഒരു ഹൈറ്റ് വേണമല്ലോ, പെർപെൻഡിക്കുലർ. PQRST എന്താ കാണിക്കുക, RU ആയിക്കോട്ടെ അല്ലേ, PQRSTU ഹൈറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തു. ബേസിനെ ഞാൻ ABC ആക്കിയെടുത്തു. ABC. അപ്പോൾ ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കുക. ഞാൻ ക്വസ്റ്റ്യനും ആ പിക്ചറും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. In the picture below 2 lines are drawn from the top vertex of a triangle to the bottom side. നോക്കൂ, RS and RT are the 2 lines drawn from vertex to bottom side. അത് മനസ്സിലായല്ലോ. RSഉം RTയും ആണ് വരച്ചിരിക്കുന്നത്, പിക്ചർ ഉള്ളതാണ്. ഇത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. vertex bottom side. Prove that the ratio of these lines divide the length of bottom side. Length of bottom side നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏതാണ്? PS is to ST is to TQ. PS ഇവിടെ മുതൽ ഇവിടം വരെ PS, ST and TQ. PS is to ST is to TQ. Divided bottom side is equal to the ratio of the areas of 3 smaller triangles in the picture. ഈ സൈഡിൻ്റെ റേഷ്യോ അതിനെ ഞാനിവിടെ A:B:C എന്നാണ് എടുക്കുന്നത്. ആ റേഷ്യോ തന്നെയായിരിക്കും ഇതാ ട്രയാങ്കിൾ PSRൻ്റെത്, ട്രയാങ്കിൾ STR, ട്രയാങ്കിൾ TQR എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തത് ലൈൻ ഡ്രോൺ ഫ്രം 1 വെർട്ടെക്സ് ടു ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ 2 ലൈൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രയാങ്കിൾ ഹാസ് ഡിവൈഡ് ഇൻറ്റു 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. ലാർജർ ട്രയാങ്കിളിനെ 3 ആക്കി മാറ്റുന്നു. ആ 3 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ബേസിന് ഈക്വലാണ്, ബേസിൻ്റെ ഏരിയയ്ക്ക് റേഷ്യോന് ഈക്വലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ദി പിക്ചർ
PQR is a triangle line drawn, two lines drawn from RS and RT to the base. Construct RU is height perpendicular distance from R to base. RU is the height. H height ganikya. H. And consider base of the bottom side A is to B is to C. അല്ലെങ്കിൽ A, B, C. Base of the bottom side A, B, C ആക്കിയിട്ട് എടുക്കുക. Base of the bottom side. Base of the bottom side A, B, C ആക്കി എടുക്കുക അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ AR എന്ന് എഴുതിയാൽ മതി. ഏരിയ PSR ഈക്വൽ ടു ഹാഫ് BH ഹാഫ് ഇൻറ്റു ബേസ് PS ആണ്. PS ഇൻറ്റു ഹൈറ്റ് H തന്നെ. അതാ ഇവിടെ ഉള്ള ഹൈറ്റ് RU എന്ന് പറയുന്നത് എഴുതേണ്ട ആവശ്യമില്ല. H ഹാഫ് PS ഇൻറ്റു H. PSനെ ഞാൻ കൺസിഡർ ചെയ്തത് A എന്നാണ്. AH. A is to B is to C അല്ല കേട്ടോ. ഞാനതിനെടുത്തത് ബേസ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ ABC എന്നാണ് എടുത്തത് കേട്ടോ. ഈസ് ടു പറയണമെന്നില്ല. A, B, C ആർ ദി ബേസ് ഓഫ് ദി 3 ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH ഹാഫ് ഇൻറ്റു ബേസ് PS ഇൻറ്റു H ഉണ്ടല്ലേ. PSനെ A ആക്കി എടുത്തത്. ഹൈറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. ഒറ്റ ഹൈറ്റേ ഉണ്ടാവുള്ളൂ. ഏതൊരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒബ്റ്റ്യൂസ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഇവിടെ ഉണ്ടാകുക. ഇതാണ് ഹൈറ്റ്. അല്ലാണ്ട് ഈ ചെരിഞ്ഞ സ്ലാൻഡഡ് ലൈൻസിനെ ഹൈറ്റ് ആക്കി എടുക്കൂല കേട്ടോ. ദെൻ അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ STR. ഏരിയ ഓഫ് ട്രയാങ്കിൾ STR ഈക്വൽ ടു ഹാഫ് BH ഹാഫ് ഇൻറ്റു ST ഇൻറ്റു H ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. ഇതാ ST എന്ന് പറഞ്ഞാൽ B ആണ് നമ്മളെടുത്തത്. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ TQR. ഏരിയ ഓഫ് ട്രയാങ്കിൾ TQR ഹാഫ് ഇൻറ്റു TQ ഇൻറ്റു H ഹൈറ്റ് H തന്നെ. ഹാഫ് ഇൻറ്റു TQനെ C ആയിട്ടാണ് നമ്മളെടുത്തത്. C ഇൻറ്റു H. അപ്പോൾ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 ആക്കി എഴുതാം. ഫസ്റ്റത്തേതിന് ഇക്വേഷൻ 1 ഇങ്ങനെ എഴുതിയിട്ട് വരച്ചാൽ മതി. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇൻ ദി ഫിഗർ ലൈൻ ഡ്രോൺ ഫ്രം ടോപ്പ് വേർട്ടെക്സ് R to base RS and RT. Then base divided A, B, C. Consider side base of the triangle A, B, C. Then construct a perpendicular distance from top to base H. Then area of triangle PSR half into BH half into AH. Area of triangle STR half BH. Area of triangle TQR half CH. 1 equation 2 equation 3. 3 equations കിട്ടി. ഇനി ആ 3 ഇക്വേഷൻസിന് ഒന്ന് റേഷ്യോയിൽ എഴുതി നോക്കിയാട്ടെ. ഹാഫ് AH ഈസ് ടു ഹാഫ് BH ഈസ് ടു ഹാഫ് CH. 3 ഇക്വേഷനെ റേഷ്യോയിൽ എഴുതി. അതായത് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ STR ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ TQR. ഹാഫ് കട്ട് ഹാഫ് കട്ട് ഹാഫ് കട്ട് ഹാഫ് കട്ട് ഹാഫ് കട്ട് ഹാഫ് കട്ട് H കട്ട് H കട്ട് H കട്ട് H കട്ട് H കട്ട് H കട്ട് A is to B is to C. A is to B is to C. A is to B is to C. ബേസ് ഈ റേഷ്യോ എന്താണ്? A is to B is to C. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്താണ്? A is to B is to C. ബേസ് റേഷ്യോസ് തന്നെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ. ഓക്കെ, ലോജിക്കാണ്, ആക്ടിവിറ്റിയാണ്, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക. In triangle PQR, then RS and RT are divided into base 3 triangles. Base of triangle A, B and C perpendicular H. Then area of triangle PSR half AH. Area of triangle STR half BH. Area of triangle TQR half CH. Then ratio of triangle PSR is to STR is to TQR
PSR is to STR equal to TQR. Then ratios half AH is to half BH is to half CH. Cut off, touch, A is to B is to C. A is to B is to C. Touch, A is to B is to C. ബേസിൻ്റെ സൈഡ് എ ബി സി ആണ്, അതിൻ്റെ റേഷ്യോ A is to B is to C ആണ്. ഏരിയ തമ്മിലുള്ള റേഷ്യോ A is to B is to C. ഓക്കെ, വളരെ ലോജിക്കാണ്. 4 തവണ ഞാൻ പറഞ്ഞു. റെക്കോർഡഡ് പാർട്ടാകുമ്പോൾ അത്രയും തവണ പറയും. നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് അതേപോലെ അങ്ങ് വീണ്ടും വീണ്ടും പറയുകയാണ്. അല്ലാണ്ട് ഇതൊരു നമ്മൾ ഷൂട്ടിംഗ് അല്ലല്ലോ, നമ്മൾ ഒറിജിനാലിറ്റിയിൽ അങ്ങ് പറയുകയാണ്. ഇവിടെ ഒരു ആക്ടിങ് ഇല്ല, അത് മനസ്സിലാക്കുക. അത്ര പെർഫെക്റ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അത് മൈൻഡിൽ വർക്കൗട്ട് ചെയ്യുക, വീണ്ടും വീണ്ടും കണ്ടിട്ട് എഴുതുക, ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത്രേ പണിയുള്ളൂ. ഒരാൾക്കൊരു ടോപ്പിക്ക് മിസ്സാവില്ല. ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3, ആക്ടിവിറ്റി 4. 4 ആക്ടിവിറ്റി ചെയ്യണം നമുക്ക്, എന്ത് വന്നാലും വേണ്ടിയില്ല. ആക്ടിവിറ്റി 2. In the picture below, the top vertex of a triangle is joined to the midpoint of the bottom side of the triangle, and then the midpoint of this line is joined to the other 2 vertices. Prove that the areas of all 4 triangles obtained thus are equal to a fourth of the area of the whole triangle. A fourth എന്ന് പറഞ്ഞാൽ 1/4. A fourth of the area of the whole triangle. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പിക്ചർ നമ്മൾ ആദ്യം എടുത്ത് വരച്ച് വെക്കുക. അവർ തന്നിരിക്കുന്ന ഒരു പിക്ചറുണ്ട്, ആ പിക്ചർ അങ്ങ് എടുത്ത് വരച്ച് വെക്കുക. തന്നിരിക്കുന്ന പിക്ചറാണ് എടുത്ത് വരച്ച് വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവർ തന്നിരിക്കുന്ന പിക്ചർ. അതിന് നമ്മളൊന്ന് മനോഹരമായിട്ടൊന്ന് നെയിം കൊടുത്തു, ABCDE. ഇവിടെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാ ക്വസ്റ്റ്യനും പിക്ചറും കൂടി ഒന്ന് കമ്പയർ ചെയ്യുക. ഇൻ ദി പിക്ചർ ബിലോ ദി ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻഡ് ടു ദി മിഡ് പോയിന്റ് ഓഫ് ദി ബേസ്. ഈ വെർട്ടെക്സിൽ നിന്ന് AD മിഡ് പോയിന്റ് ആണ്, BCയുടെ മിഡ് പോയിന്റ്, ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. ആൻഡ് ദി മിഡ് പോയിന്റ് ഓഫ് ദിസ് ലൈൻ ഈസ് ജോയിൻഡ് ടു ദി അതർ 2 സൈഡ്. ഈ ലൈനിൻ്റെ മുകളിൽ നിന്ന്, ഈ മീഡിയൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ മിഡ് പോയിന്റ് എടുത്ത് ADയുടെ മിഡ് പോയിന്റ് ആണ് E. ജോയിൻറ്റ് 2 ഭാഗത്തേക്കും ജോയിൻ ചെയ്തു, അവിടേക്ക് ലെഫ്റ്റും റൈറ്റും ജോയിൻ ചെയ്തു. ദെൻ പ്രൂവ് ദാറ്റ് ഏരിയാസ് ഓഫ് ഓൾ 4 ട്രയാങ്കിൾസ് ഒബ്റ്റെയിൻഡ്. 4 ട്രയാങ്കിൾ 1 2 3 4 ട്രയാങ്കിൾസ് ഒബ്റ്റെയിൻഡ് ദസ് ആർ ഈക്വൽ ടു എ ഫോർത്ത് ഓഫ് ദി ഏരിയ ഓഫ് ഓൾ ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിൻ്റെ 1/4 ആണ് ഈ കുഞ്ഞ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ലൈൻ ഡ്രോൺ ഫ്രം 1 vertex to മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ D is the മിഡ് പോയിന്റ്. ADB ആൻഡ് ADC ആർ ഈക്വൽ ഏരിയ. ആ രണ്ടും ഈക്വൽ ഏരിയ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ ഈ ADBയുടെ മിഡ് പോയിന്റ് എവിടെ സൈഡിലേക്ക് മിഡ് പോയിന്റ് ആണ് E. അപ്പോൾ ഈ 2 കുഞ്ഞും എന്തായിരിക്കും? സെയിം. ഈ 2 കുഞ്ഞും എന്തായിരിക്കും? സെയിം. ചുരുക്കം പറഞ്ഞാൽ ട്രയാങ്കിൾസ് ഒക്കെ സെയിം ആണെന്നാണ്, അത് പ്രൂഫ് കാണിക്കണം. നോക്കുക, ABC is a triangle. The line drawn from A to midpoint BC AD. Then E is the midpoint of line AD. Then join B and C. We get 4 triangles. AEB ഏതൊക്കെ ട്രയാങ്കിളാ? AEB and BED and DEC and AEC. എല്ലാത്തിനും കൂടെ ആൻഡ് കൊടുക്കണ്ട. AEB, BED, DEC, AEC. 4 triangles are given. 4 triangles കിട്ടുന്നു. ഈ 4 ട്രയാങ്കിളും ലാർജറിൻ്റെ 1/4 ആണെന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം, ഞാൻ അതിൻ്റെ സ്റ്റേജ് ബൈസ് ചെയ്യാം. ഫസ്റ്റ് ആ ട്രയാങ്കിൾ, ലാർജർ ട്രയാങ്കിളിനെ ഞാൻ മിഡ് പോയിന്റിലേക്ക് ഡിവൈഡ് ചെയ്തു. ADBC. മറ്റേ 2 ജോയിൻ ചെയ്യാതെ തന്നെ വരച്ചു.
ഞാൻ പറയുന്നു കൺസിഡർ ഏരിയ ഓഫ് ഹോൾ ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിളിൻ്റെ ഹോൾ ഏരിയ എക്സ് ആയിട്ട് എടുത്തു. ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എക്സ് എന്നെടുത്തു. എക്സ്, ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ എ ബി സി എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി ഇസ് ദി മിഡ് പോയിന്റ്, then line drawn from one vertex to midpoint of the opposite side, triangle has divided into two equal area ആണെങ്കിൽ ഇത് ഹാഫ് എക്സും ഹാഫ് എക്സും അല്ലേ മക്കളെ കിട്ടുക അല്ലേ? കോമൺ സെൻസിൽ ചിന്തിച്ച് നോക്കൂ. 6 ആണെങ്കിൽ 3 3, 8 ആണെങ്കിൽ 4 4, 10 ആണെങ്കിൽ 5 5, 12 ആണെങ്കിൽ 6 6, 100 ആണെങ്കിൽ 50 50, എക്സ് ആണെങ്കിൽ ഹാഫ് എക്സ് ഹാഫ് എക്സ് ഹാഫ് എക്സ് ഹാഫ് എക്സ്. അപ്പോൾ ഈ രണ്ടെണ്ണം ഹാഫ് എക്സ് ഹാഫ് എക്സ്. അടുത്ത പിക്ചർ നോക്കുക. അതേ എ ബി സി അതിൻ്റെ ഹാഫ് എക്സിനെ വീണ്ടും ഇവിടെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. ഇവിടെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. ഈ ഹാഫ് എക്സിനെ വീണ്ടും പകുതിയാക്കി ഡിവൈഡ് ചെയ്യില്ല. ഇവിടെ ഈ ഇസ് ദി മിഡ് പോയിന്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 1/4x 1/4x. ഇവിടെ എന്ത് വരും? 1/4x 1/4. ഹാഫിൻ്റെ ഹാഫ് എത്രയാണോ? ഹാഫിൻ്റെ പകുതി എത്രയാ? 1/4. അപ്പോൾ ഈ ലാർജറിനെ ആദ്യത്തെ കാറ്റഗറിയിൽ ഹാഫ് എക്സ് രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്താൽ ഈ ലൈന്. ദെൻ ആ ലൈൻ്റെ മിഡ് പോയിന്റ് വരച്ചു, ബി ഇ ആൻഡ് ഇ സി വരച്ചപ്പോൾ ഹാഫ് എക്സിനെ രണ്ടെണ്ണാക്കി 1/4 1/4x. ഇവിടെ ഹാഫ് എക്സ് തന്നെയാണ് വരുന്നത്, അതിന് രണ്ടെണ്ണാക്കി 1/4 1/4. ബിക്കോസ് ഇ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ഡി. Line drawn from one vertex to midpoint of the opposite side, triangle has divided into equal area എന്ന് പഠിച്ചത് കൊണ്ട് ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ഡി ബി ആണ്, ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ഡി സി ആണ്. ഹാഫ് എക്സിനെ രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്തു, 1/4x 1/4x. ഇവിടെ ഹാഫ് എക്സ് ആയിരുന്നു, അതിനും രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്തു, 1/4x 1/4x. Then all four triangles area 1/4x 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 1/4x, 1/4 of the large triangle. 1/4 എന്ന് പറഞ്ഞാൽ 1/4 of the large triangle. കറക്റ്റ് അല്ലേ? 1/4 means 1/4, a fourth എന്നും പറയും. 1/4 of the large triangle. ഒന്ന് വായിച്ചേ, ഒന്നുകൂടി പോയിന്റ് വായിച്ചേ, വൃത്തിയായിട്ട് വായിച്ചേ, എന്നിട്ട് അടിയിൽ എഴുതി വെക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി, ഇൻ ട്രയാങ്കിൾ എ ബി സി, ഡി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി, ഡി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ആർ ഈക്വൽ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ആർ ഈക്വൽ. ഫുൾ സ്റ്റോപ്പ്. Both are 1/2x. Both are 1/2x. Both are 1/2x. അടിയിൽ എഴുതി വെക്കുക. Both are 1/2x. അടിയിൽ എഴുതി വെക്കുക. X is the area of large triangle. X is the area of large triangle. X is the area of whole triangle. അല്ലെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ മതി. Since അടുത്ത ലൈനിൽ E is the midpoint of AD. E is the midpoint of AD. Area of ABE, ABE, area of ABE and DBE, ABE and DBE are equal. ABE and DBE are equal. ABE and DBE are equal. Their areas are half of half. Areas are half x in the half, half of half. Areas are half of half. That is equal to 1/4x. 1/x in the half ആണ് മക്കളെ. 1/2x in the half എടുത്താൽ 1/4x ആണ്. ഏതൊരു ഫ്രാക്ഷൻ്റെയും ഹാഫ് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈങ് ബൈ ഡിനോമിനേറ്റർ ബൈ 2, മൾട്ടിപ്ലൈങ് ഡിനോമിനേറ്റർ ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/3യുടെ ഹാഫ് 1/6, 1/7ൻ്റെ ഹാഫ് 1/14, 1/8ൻ്റെ ഹാഫ് 1/16, 1/10 ഹാഫ് 1/20. ഓക്കെ, അപ്പോൾ ഹാഫ് ഓഫ് ഹാഫ് 1/4x കിട്ടില്ലേ?
In the same way, area of triangle AEC and area of triangle CDE, area of triangle AEC and area of triangle CED are equal. That is 1/4x. That is 1/4x. അത്ര എഴുതി വെച്ചാൽ മതി. ദാറ്റ് ഈസ് 1/4x. അപ്പോൾ എല്ലാം 4 ട്രയാങ്കിളും 1/4x ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും കൂടി പറയാം. ഫസ്റ്റ് ഈ 2 പിക്ചറും വരച്ച് വെച്ചുകൊണ്ട് ഇത് മെയിൻ ക്വസ്റ്റ്യനിലെ പിക്ചർ, ഇത് 2 ആൻസർ വെരിഫൈ ചെയ്യാനുള്ള പിക്ചർ. ഫസ്റ്റ് triangle D is the midpoint of the base. Triangle has divided into 2 equal area, half x, half x. Then E is the midpoint of line AD. Then these 2 triangles equal area, these 2 triangles equal area. Half inde half 1/4x, 1/4x. ഇവിടെയും half x ആണ്. half x ന്റെ half 1/4x, 1/4x. Then total area x 1/4x, 4 triangles area. A fourth of larger area. ടോട്ടൽ ഏരിയയുടെ 1/4 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്ന തിയറമാണ് നമ്മൾ തൊട്ട മുകളിൽ എഴുതിയിരിക്കുന്ന മിഡ് പോയിൻ്റ് തിയറംസ് ഉണ്ട് അല്ലേ, ആ ബേസിലൂടെ നമ്മൾ ഇതിനെ ചെയ്തു. അപ്പോൾ ഒരു തിയറം പഠിക്കുന്നത് അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാനാണ്, അല്ലാണ്ട് അത് തമാശ കളിക്കാൻ വേണ്ടി തരുന്നതല്ല. ആ തിയറത്തിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും എല്ലായ്പ്പോഴും എന്തുണ്ടാവുക, ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അടുത്ത ചിലപ്പോൾ 2ാമത്തെ തീരത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആക്ടിവിറ്റി ഉണ്ടാവുക. അടുത്ത ചിലപ്പോൾ 3ാമത്തെ തീരത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആക്ടിവിറ്റി ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. ആക്ടിവിറ്റി 3. In the picture below, the top vertex of a triangle is joined to the midpoint of the opposite side, and then the point dividing this line in the ratio 2:1. ആ ലൈനെ പിന്നെ ഡിവൈഡ് ചെയ്യുന്നത് 2:1 2:1 is joined to the other 2 vertices. Prove that the areas of all 3 triangles in the picture on the right are equal to 1/3 of the areas of whole triangle. A third of the areas of whole triangle. 1/3 of the areas of whole triangle. 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 1/3. 1/3 എന്ന് പറഞ്ഞാൽ 1/3 കേട്ടോ. 1/3 എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ 1/3 ഓഫ് ദി ഏരിയ ഓഫ് ഓൾ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ 2 പിക്ചർ ഉണ്ട്. ഒരു പിക്ചർ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ റൈറ്റിലൊരു പിക്ചറുണ്ട്. മിഡ് പോയിൻറ്റിലേക്ക് വരച്ചിരിക്കുന്നു. അടുത്തത് മിഡ് പോയിൻ്റ് അല്ല, അത് 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലൊരു പിക്ചർ തന്നിരിക്കുന്നു. ആ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പിക്ചർ ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ഇത്ര മാത്രമേ തന്നിട്ടുള്ളൂ. അതാണ് 1/3 പാർട്ടാണ് ഇതിനെ പ്രൂഫ് കാണിക്കേണ്ടത്. ഇതൊരു ഷെയ്ഡ്, ഇത് വേറെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ വേറൊരു ടൈപ്പിൽ ഷെയ്ഡ് ചെയ്യാം. ഈ 2 പിക്ചറും ക്വസ്റ്റ്യനിൽ തന്ന പിക്ചറാണ്. ഇതിനെ നമുക്ക് ABC എന്നെടുത്തു. ABC, D ആൻഡ് E നേരത്തെ ചെയ്ത പോലെ അതേ നെയിം തന്നെ കൊടുത്തു. ഇവിടെ നമുക്ക് ABC E തന്നെയാണ് നമുക്കുള്ളത്. ഇവിടെ നോക്കുക, പിക്ചർ നോക്കിയ നേരത്തെ വരച്ച അതേ ഫിഗറിൽ തന്നെ ചെറിയൊരു ചേഞ്ച് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഫിഗറും ക്വസ്റ്റ്യനും കൂടി ഞാൻ ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം. ഇൻ ദി പിക്ചർ ബിലോ, ഓക്കെ, പിക്ചർ ബിലോ ദി ടോപ്പ് വെർട്ടെക്സ് ഓഫ് ദി ട്രയാങ്കിൾ ജോയിൻറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. D is the midpoint opposite side. Then the point dividing this line in the ratio, and then the point dividing this line in the ratio. ഈ ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു 2:1. ഇത് 2 ആണ്, 1 2:1. ഇവിടെ ചെറുത് കാണുമ്പോഴല്ലേ, നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ ചെറുതാണെങ്കിൽ 1, വലുത് 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ഓൾ 3 ട്രയാങ്കിൾസ് ഇൻ ദി പിക്ചർ ഓൺ ദി റൈറ്റിൽ കാണുന്ന 3 ട്രയാങ്കിളിൻ്റെ ഏരിയ 1/3 ഓഫ് ദി ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ, ലാർജ് ട്രയാങ്കിളിൻ്റെ 1/3 1/3 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
എ ബി സി എന്ന് പറയുന്നതും എ ബി സി എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. ലാർജ് ട്രയാങ്കിൾസ് ലെഫ്റ്റിലും റൈറ്റിലുള്ളത് സെയിം ആണ്. ഈ 3 ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ 1/3 1/3 1/3 ആണെന്ന് പ്രൂവ് ചെയ്യണം. നേരത്തെ 4 ഉണ്ടായിരുന്നു, അതാണ് 1/4 1/4 1/4. അവിടെ 2 കേസിലും മിഡ് പോയിൻ്റ് ആയിരുന്നു. ഇവിടെ ഫസ്റ്റ് കേസിൽ മിഡ് പോയിൻ്റ് ആണ്, സെക്കൻഡ് കേസ് മിഡ് പോയിൻ്റ് അല്ല, 2:1 ഡിവൈഡ് ചെയ്യുന്നത്. പിക്ചർ ഓക്കെ, എക്സ്പ്ലനേഷൻ ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. ഇനി പ്രൂഫിലേക്ക് കിടക്കുക. പ്രൂഫിലേക്ക് കിടക്കല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ പ്രൂഫ് പറയാം. ദെൻ ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ എക്സ് ആക്കി എടുക്കുക. അത് എഴുതി വെച്ചേക്കുക. ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ എക്സ്. ലാർജ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എക്സ്. ലാസ്റ്റ് ട്രയാങ്കിൾ അല്ല, ലാർജ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എക്സ്. ദെൻ നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. ഡി ഇസ് മിഡ് പോയിൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. എ ബി സി വീണ്ടും വരയ്ക്കുക. ദെൻ ഡി ഇസ് മിഡ് പോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര വരിക? ഹാഫ് എക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലൈൻ ഡ്രോൺ ഫ്രം വൺ വേർട്ടെക്സ് ടു മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ ഏരിയ. ഹാഫ് എക്സ് ദാറ്റ് ഈസ് ഹാഫ് എക്സ്. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ കൂട്ടുകാരെ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പിക്ചറിനെ അടുത്ത കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോൾ അതേ എ ബി സി തന്നെയാണ്. എ ബി സിക്ക് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ മക്കളെ, സെയിം തന്നെ. ഡി ഇസ് ദി മിഡ് പോയിൻറ്റ്. അടുത്ത ഡിവൈഡ് ചെയ്യുന്നത് ചെറിയൊരു മാറ്റമുണ്ട്. എന്താണ്? 2:1 റേഷ്യോയിലാണ്. 2:1. അപ്പോൾ ഏരിയനെ ഡിവൈഡ് ചെയ്യുന്നു എന്തിലായിരിക്കും? 2:1 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സെക്കൻഡ് ക്രൈറ്റീരിയയിൽ നമ്മൾ എഴുതി വെച്ചില്ലേ? ലൈൻ ഡ്രോൺ ഫ്രം ദി വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ് ദി ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ദെൻ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി ആൻഡ് ബി ഇ ഡി 2:1 റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ട്രയാങ്കിൾ ഫുള്ളായിട്ട് വരുന്ന എത്രയാണ്? ഹാഫ് എക്സ് ആണ് അല്ലേ? ഫുള്ളായിട്ട് വരുന്നത് ഹാഫ് എക്സ് ആണ്. ഈ ഒരു പാർട്ട് ഫുള്ളായിട്ട് വരുന്ന ഹാഫ് എക്സ് ആണ്. അതിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യണം. 2:1 ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ് ഹാഫ് എക്സിനെ 2:1 ഡിവൈഡ് ചെയ്യുക? ഒരു നമ്പറിനെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 7th റേഷ്യോ തുടങ്ങിയത്. 25നെ 21നെ 2:1 ഡിവൈഡ് ചെയ്താട്ടോ മക്കളെ. 21 ഇൻറ്റു 2:1 എന്ന് പറഞ്ഞാൽ 2 + 1 3. 2/3 ഒരു പാർട്ട്. 21 ഇൻറ്റു 1/3 അനദർ പാർട്ട്. കട്ട് ചെയ്തു 7 14ഉം ഇവിടെ കട്ട് ചെയ്തു 7 7ഉം. ഇതാണ് 2:1 റേഷ്യോ. 2:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ 2/3 ആൻഡ് 1/3. 2/3 വൺ പാർട്ട്, 1/3 അനദർ പാർട്ട്. അതിനെക്കാളും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, ഒരു ആപ്പിൾ കൊണ്ടുവന്നു, അതിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ 2 + 1 3 പാർട്ടാക്കും. ഈക്വൽ 3 പാർട്ടാക്കിയിട്ട് 2 നിങ്ങൾ കഴിക്കും, 1 നിങ്ങളെ ബ്രദറിനോ സിസ്റ്ററിനോ കൊടുക്കും. മനസ്സിലായില്ലേ? അതാണ് 2/3 1/3. 2/3 1/3. ദെൻ ഓൾ പാർട്ട് ഡിവൈഡഡ് 2:1 ആണ്. ഇവിടെ ഓൾ പാർട്ട് എത്രയാണ്? ഹാഫ് എക്സ് ആണ്. ഈ ഹാഫ് എക്സ് ആണ്. ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളാണ് ഹാഫ് എക്സ്. അതിനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന റേഷ്യോ 2:1 ആണ്. തിയറം 2 പ്രകാരം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി ആൻഡ് ബി ഇ ഡി ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ സെയിം റേഷ്യോ ആണ്. 2:1 ഡിവൈഡ് ചെയ്യേണ്ടത്. ഹാഫ് എക്സ് ആണ് ഏരിയ ഉള്ളത്. ഹാഫ് എക്സിനെ 2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് 2/3, സെക്കൻഡ് ഹാഫ് എക്സ് ഇൻറ്റു 1/3. ഈ പാർട്ട് വരുന്നത് 2 വരുന്ന ഭാഗത്തുള്ള പാർട്ട് 2/3, ഹാഫ് എക്സ് ഇൻറ്റു 2/3. ഇവിടെ വരുന്നത് ഹാഫ് എക്സ് ഇൻറ്റു 1/3. എത്രയാണ് ഹാഫ് എക്സ് ഇൻറ്റു 2/3 വരുന്ന മക്കളെ? 2 × 1 2x/6. 2/6. ദെൻ ഇവിടെ കട്ട് ചെയ്താൽ x/6. 1/x/6. 2/6 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇത് x/6. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ ഇവിടെ തന്നെ ഒന്ന് ഷെയ്ഡിൻ്റെ ആ ഭാഗത്താണ്, നിങ്ങൾക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചാൽ മതി. നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? 2/6x എന്ന് എഴുതി വെക്കാം. എ ഇ ബിക്ക്. ബി ഇ ഡിക്ക് നമുക്ക് എന്ത് എഴുതി വെക്കാം? 1/6. 1/6x എന്ന് അവിടെ എഴുതി വെക്കാം. ഷെയ്ഡിൻ്റെ മുകളിൽ നിങ്ങൾ പെന്നുകൊണ്ട് എഴുതി വെച്ചാൽ മതി. എനിക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ എഴുതി വെച്ചാൽ കാണാത്തത് കൊണ്ട് ഞാനത് മായ്ച്ചാഞ്ഞത്.
ആ രണ്ട് പാർട്ട് കിട്ടി. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എ ഡി ഇസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബേസ് ആണ്. ദെൻ ട്രയാങ്കിൾ, ലാർജ് ട്രയാങ്കിൾ എക്സിനെ ഹാഫ് എക്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ആ വണ്ണിനെ, അതായത് എക്സിനെ അതിൻ്റെ നേർപകുതിയാക്കുന്നതാണ് ഹാഫ് എക്സ്. ഇനി അടുത്ത ഈ ഹാഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നത് 2:1 റേഷ്യോയിലാണ്. എന്തുകൊണ്ടാണ് 2:1? തിയറം 2 പറയുന്നുണ്ട്. എന്താണോ ബേസിനെ ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് റേഷ്യോ ഏരിയ ഓഫ് ട്രയാങ്കിളിനായിരിക്കും വരിക. ബേസിനെ ഡിവൈഡ് ചെയ്യുന്നത് 2:1 അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡ് ഇൻ ടു 2:1 റേഷ്യോ. അപ്പോൾ 2:1 എന്ന് പറഞ്ഞാൽ ഹാഫ് എക്സിൻ്റെ 2/3 പാർട്ട് ആൻഡ് 1/3 പാർട്ട്. 2:1 കുറിച്ച് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. 21 നമ്പർ ആണെങ്കിൽ 2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 ഒരു പാർട്ട്, 1/3 ഒരു പാർട്ട്. ഒരു ആപ്പിളിനെ കട്ട് ചെയ്യുമ്പോഴും ഒരു ഓറഞ്ചിനെ കട്ട് ചെയ്ത് മുറിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഓറഞ്ച് കട്ട് ചെയ്യാൻ പോണ്ട. ഒരു വേറെന്താ പറയുക, വേറെ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കട്ട് ചെയ്ത് ഷെയർ ചെയ്യുമ്പോഴൊക്കെ 2:3 2:1 കൊടുക്കട്ടോ. പാരൻസ് അച്ഛൻ കൊണ്ടുവരിക 2:1 മോനെ ഡിവൈഡ് ചെയ്തോളിട്ടോ അങ്ങനെ രണ്ടാളും കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങളതിന് 3 പീസാക്കും. 2 പീസ് നിങ്ങളവിടെ എടുക്കും, 1 പീസ് ഓവനായിട്ട് കൊടുക്കും. അതാണ് പരിപാടി. അപ്പോൾ 2/3 ടോട്ടൽ 3 പീസിൽ 2 into 1 2x/3 2s are 6. 2x/6 2/6 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഷോർട്ട് ഫോം? 1/3x. ഈ ഭാഗം വരുന്നത് 1/3x. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അവിടെ നമുക്ക് എന്ത് പറയാം, 1/3x എന്ന് എഴുതി വെക്കാം അല്ലേ. ഈ താഴെ വരുന്നത് 1/6. ഇൻ ദി സെയിം വേ, അതേ വേ തന്നെയായിരിക്കുമല്ലോ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC. അതും 2/6x. അതിങ്ങനെ എഴുതി വെച്ചാൽ മതി, കാണിക്കേണ്ട ആവശ്യമില്ല. 1/3x 1/3x. ഇവിടെ ഇങ്ങനെ 1/3 ആയിട്ട് കാണിക്കുക. ഇവിടെ 1/6xും 1/6xും കൂടി ജോയിൻ ചെയ്താൽ എത്രയാണ്? അതാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം. 1/6ഉം 1/6ഉം കൂടി ജോയിൻ ചെയ്താൽ എത്രയാണ് മക്കളെ? ആർക്കും അറിയില്ലേ? 1/6ഉം 1/6ഉം 2/6 എത്രയാണ് വരുന്നത്? 1/3. അപ്പോൾ ഈ മൂന്നാമത്തെ ട്രയാങ്കിൾ എത്രയാണ് വരുന്നത്? 1/3x. അപ്പോൾ നമുക്ക് പ്രൂഫ് ഉണ്ടാക്കിയല്ലോ. 1/3 പാർട്ട് ഓഫ് ഹോൾ ട്രയാങ്കിൾ. 1/3 പാർട്ട് ഓഫ് ഹോൾ ട്രയാങ്കിൾ. ഒന്നും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഇൻ ട്രയാങ്കിൾ ABC, D is the midpoint, then a larger triangle has divided into 2 equal area. Large triangle area x equal part ആക്കുമ്പോൾ half x. Then in triangle ADB is not a midpoint, therefore line divided in the ratio 2:1. Then area of triangle AEB and BED divided in the ratio 2:1. Then total half x into 2/3 part first AEB, then half x into 1/3 part second BED, that is 2/6 and 1/6. 2/6 ൻ്റെ ഷോർട്ട് ആണ് 1/3x. In the same way area of triangle AEC and DEC are 1/3x and 1/6x. 1/3 ഈ പാർട്ടിൽ 1/3. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ 1/6ഉം 1/6ഉം വരുമ്പോഴാണ് ഈ പാർട്ട് കിട്ടുന്നത്. എത്രയാണ് വരുന്നത്? 1/3 + 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 + 1/6 എന്ന് പറഞ്ഞാൽ 2/6 1/3. ഇതാണ് ഇതിൻ്റെ കേസ്. 2 പിക്ചർ ക്വസ്റ്റ്യൻ, 2 പിക്ചർ ആൻസറിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഴുതി വെച്ചോളി, ആൻസറും കൂടി എഴുതി വെക്കുക. മൂന്നാമത്തെ ആക്ടിവിറ്റി. In triangle ABC, D is the midpoint of BC. Area of triangle ABD and area of triangle ADC are equal. Area of triangle ABD and area of triangle ADC are equal. Then consider area of larger triangle ABC, അതായത് larger triangle X. Area ADB equal to half x and area ADC equal to half x. എഴുതി വെക്കുക. area ADB equal to half x, area ADC equal to half x. Okay. Then അടുത്ത കേസിൽ in second figure, first figure കഴിഞ്ഞു, second figureൽ AE is to ED.
equal to 2:1, equal to 2:1, equal to 2:1. Area of triangle AEB equal to, area of triangle AEB equal to half x into 2/3 part, half x into 2/3 part എന്ന് വേണമെങ്കിൽ എഴുതാം. പാർട്ട് ഹാഫ് എക്സിൻ്റെ ഇത്രയും ഭാഗം ഹാഫ് എക്സ് ആണല്ലോ, അതിൻ്റെ 2/3 പാർട്ടാണ്. ദാറ്റ് ഈസ് 2x/6 1/3x എന്ന് എഴുതി വെക്കുക. 2x/6 1/3x എന്ന് എഴുതി വെക്കുക. അടുത്ത ലൈനിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ BED ഈക്വൽ ടു ഹാഫ് എക്സ് ഇൻറ്റു 1/3 പാർട്ട്, അതിനെ x/6 എന്ന് എഴുതി വെക്കുക. x/6 ഇത് 2/6 1/3x ആയി x/6 എന്ന് എഴുതി വെച്ചു. അത് പിക്ചറിലും ഷെയ്ഡ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തതിൻ്റെ മുകളിൽ പെന്ന് കൊണ്ട് എഴുതി വെക്കുക. 2/6 1/6 2/6ൻ്റെ ഷോർട്ട് 1/3x അടിയിൽ എഴുതി വെക്കുക. ഇൻ സെയിം വേ ഏരിയ AEC ഈക്വൽ ടു 2/6x 1/3x, ഏരിയ DEC ഈക്വൽ ടു 1/6x എന്ന് എഴുതി വെക്കുക. ഇൻ സെയിം വേ therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ആ ആൻസറിൽ ഫൈനൽ ആൻസറിലേക്ക് എത്തിയ റൈറ്റ് സൈഡിലുള്ള ഫിഗർ ഉണ്ട്. AEB ഈക്വൽ ടു 1/3x. ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB ഈക്വൽ ടു 1/3x. ലൈനായിട്ട് എഴുതണേ. അടുത്ത ലൈനിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈക്വൽ ടു 1/3x. രണ്ടാമത്തെ ട്രയാങ്കിൾ 3 പാർട്ടാക്കാണ് അവിടെ ചെയ്യുന്നത്. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC ഈക്വൽ ടു, അതിനെങ്ങനെ കാണിച്ചു കൊടുക്കുക, 1/6x പ്ലസ് 1/6x 2/6x ദാറ്റ് ഈസ് 1/3x. ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB 1/3x, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC 1/3x, ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC 1/6x പ്ലസ് 1/6x 2/6x 1/3x എഴുതി വെക്കുക. ആ 3 പാർട്ടും ഈക്വൽ ആയിട്ട് മാറിയല്ലോ. അടിയിൽ എഴുതി വെക്കുക ഏരിയ ഓഫ് 3 ട്രയാങ്കിൾസ്, ഏരിയ ഓഫ് 3 ട്രയാങ്കിൾസ്, ഏരിയ ഇൻ ദി പിക്ചർ ഏരിയ ഓഫ് 3 ട്രയാങ്കിൾസ് 1/3 ഓഫ് ഏരിയ ഓഫ് ലാർജർ ട്രയാങ്കിൾ. ഏരിയ ഓഫ് 3 ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു 1/3 ഓഫ് ഏരിയ ഓഫ് ലാർജർ ട്രയാങ്കിൾ. ലാർജർ ട്രയാങ്കിൾ എക്സ് ആണെങ്കിൽ ഓരോ ട്രയാങ്കിൾ 1/3x 1/3x 1/3x. ഓക്കെ, സിമ്പിൾ. എത്രയോ തവണ പറഞ്ഞു. ആകെ 3 ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ. 3 തിയറം പഠിച്ചു, 1 2 3 ആക്ടിവിറ്റി ആയിട്ടേ ഉള്ളൂ അല്ലേ. കറക്റ്റ് അല്ലേ? ഡൺ. ചെയ്ത് പഠിച്ചാൽ മക്കളെ സിമ്പിളാണിത്, വേറൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ലോജിക്കായിട്ട് നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് റിവിഷനിൽ എഴുതിപ്പിക്കുകയും കൂടി ചെയ്താൽ സെറ്റായി. ഓക്കെ, റെഡി അല്ലേ? ഇനി പറയണ്ടല്ലോ, വേണം അതുകൂടി പറഞ്ഞുതരാം. ദെൻ കൺസിഡർ ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC x, ദെൻ D is മിഡ് പോയിൻറ്റ് ഹാഫ് എക്സ് പകുതി. ഞാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു നമ്പറിൽ ആക്കിയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്പറിലാക്കിയിട്ട് ഇനി അങ്ങനെ ഒരു ടെൻസ്ഡ് വരുന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ സിമ്പിളാണ്. ടെൻസ്ഡ് വരണ്ട, നമ്മളത് റിവിഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ടെൻസ്ഡിൻ്റെ ആവശ്യമില്ല. എന്തിനാ ടെൻസ്ഡ്? ആർക്ക് ടെൻസ്ഡ്? ഒരാൾക്കും ടെൻസ്ഡ് ഇല്ലല്ലോ. നമുക്ക് എന്ത് ടെൻഷൻ വന്നിക്കുന്നത്? നമ്മൾ ഫുള്ള് പ്രാക്ടീസ് ചെയ്യും, നമ്മളത് റിവിഷൻ ചെയ്യും, നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യും, ചെയ്ത് പഠിക്കും, ടെസ്റ്റ് പേപ്പർ എഴുതും. പിന്നെ നമുക്കെന്താ ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല കേട്ടോ. നമുക്ക് വെറുതെ ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാവർക്കും ഞാനുണ്ട്. പിന്നെന്താ പേടിക്കുന്നത്? നോക്കുക, നമ്മൾ ആദ്യം ചെയ്ത 1/4ൻ്റെ ഒരു കേസിൽ ഞാൻ കാണിച്ചു തരാം. ലാർജ് ട്രയാങ്കിളിൻ്റെ ഏരിയ 40 ആണ് വിചാരിക്കുക. 40 ആണ് വിചാരിക്കുക ലാർജറിൻ്റെ ഏരിയ. അപ്പോൾ D മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഇവിടെ എത്ര വരിക? D മിഡ് പോയിൻ്റ് ആണെങ്കിൽ 20 ആവും. ഏരിയ ഓഫ് ലാർജർ ട്രയാങ്കിളിൻ്റെ D മിഡ് പോയിൻ്റ് ആണ് 20 ആയി. ഇനി അടുത്ത കേസിലും ആ മീഡിയൻ്റെ മുകളിലേക്ക് വരുന്നതും മിഡ് പോയിൻ്റ് തന്നെയല്ലേ. അപ്പോൾ 20നെ 2 ആക്കി ഡിവൈഡ് ചെയ്യണം. 10 കണ്ടോ? ലാർജറിൻ്റെ മൊത്തം ഏരിയ വരുന്നത് 40. 40യെ 2 കഷ്ണാക്കി
ആ 20-20യെ 4 കഷ്ണാക്കി. അപ്പോൾ 10/40, 10/40, 10/40, 10/40. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? മിഡ് പോയിൻറ്റ് ഫസ്റ്റത്തെ സെക്കൻഡ് പ്രോബ്ലത്തിന് ആക്ടിവിറ്റീൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നു. ലാർജറിൻ്റെ ഏരിയ 30 ആണ് ആയിരിക്കുക. 30. അപ്പോൾ 13 ഇവിടെ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 15-15. ഫസ്റ്റ് കേസിൽ 15-15. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് 2:1 റേഷ്യോയിലാണ്. 15 എങ്ങനെയാണ് 2:1 വരിക? 2/3, 15 × 1/3. 5 2s are 10, 5. ഈ ഭാഗം 10ഉം ഈ ഭാഗം 5ഉം, അതുപോലെ ഈ ഭാഗം 10, ഈ ഭാഗം 5. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം കൊണ്ട് മായ്ച്ചാൽ എന്താ കിട്ടുക? 10 + 10, 10, 5 + 5 എത്ര വന്ന്? 10. 10 10 10. 10/30 എന്ന് പറഞ്ഞാൽ 1/3 പാർട്ട്. 10/30 എന്ന് പറഞ്ഞാൽ 1/3 പാർട്ട്. 10/30 എന്ന് പറഞ്ഞാൽ 1/3 പാർട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിൻ്റെ 3 തിയറം അതിന് ഇമ്പോർട്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ 4 ആക്ടിവിറ്റിയും കൂടി ചെയ്യാനുണ്ട്. ഈ തിയറത്തിനെ ബേസ്ഡ് ചെയ്തിട്ട് തന്നെ അതിലൊരു കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള ഒരു 4 ആക്ടിവിറ്റി. 5ാമത്തെ പാർട്ട് നമ്മൾ 1, 2, 3, 4ാമത്തെ പാർട്ടിൽ നമുക്ക് ഫിനിഷ് ചെയ്യണത് ഈ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, സിമ്പിളാണ്. വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കണം. 3 ആക്ടിവിറ്റി ആകെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വീണ്ടും വീണ്ടും അത് ചെയ്ത് കണ്ട് പ്രാക്ടീസ് ആക്കണം. ഡൗട്ട് ഉണ്ടാവരുത്. റിവിഷൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേക്ക് എഴുതാൻ കഴിയണം. മിടുക്കരായിട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.